ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കോണം ത്രിയേക ദൈവം നൽകി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ തക്കോണം ഇടയായി തീരുന്നുണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് തെരഞ്ഞെടുത്ത വേദഭാഗം, ഇന്നലെ വായിച്ച അതേ വേദവാക്യങ്ങൾ, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 1 Peter chapter 2 verses 4 and 5. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇന്നലെ നമ്മൾ ഒരുമിച്ചുള്ള നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പറയുകയും ഉണ്ടായി. ഇനിയുള്ള ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതായിട്ടുള്ള പദവികൾ, അതൊക്കെയുമായിരിക്കും ഈ ദിവസങ്ങളിൽ ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ ദ ലിവിംഗ് സ്റ്റോൺ, കർത്താവ് എന്ന് പറയുന്ന ജീവനുള്ള കല്ലിന്റെ ആ ഒരു സവിശേഷതയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് ധ്യാനിക്കുവാനായിട്ടും ഇടയായിത്തീരുകയാണ്. ഇന്നു മുതൽ ആ കല്ലിന്റെ അടുക്കിലേക്ക് ഞാൻ വന്നു ചേരുമ്പോൾ, ഈ ലിവിംഗ് സ്റ്റോണിന്റെ അടുക്കിലേക്ക് ഞാൻ വന്നു ചേരുമ്പോൾ, what are the benefits that I receive, or what are the rights that I receive, or what I become, ആ ഒരു ചിന്ത ഒരുമിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അഡോണിൻ ജുഡ്സൺ എന്ന് പറയുന്നതായിട്ടുള്ള മിഷണറിയെ ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും പരിചയമുണ്ടോ എന്ന് അറിയത്തില്ല. അദ്ദേഹം ഏകദേശം 40ഓളം വർഷക്കാലം ബർമയിൽ ശുശ്രൂഷ ചെയ്ത ഒരാളാണ്. ബൈബിളിനെ ബർമീസ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം തിരിച്ച് ശുശ്രൂഷകളുടെ ഒക്കെയും ശേഷം തിരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തെ കുറിച്ചൊക്കെയും ആർട്ടിക്കിൾസ് വന്നായിരുന്നു. അങ്ങനെ ആർട്ടിക്കിൾ വന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ വൈഫ് വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലോ ഇതിന്റെ അത് എഴുതിയിരിക്കുന്നത്. യു ഹാവ് ബീൻ കമ്പയർഡ് ലൈക്ക് പോൾ, യു ഹാവ് ബീൻ കമ്പയർഡ് ലൈക്ക് പീറ്റർ എന്നൊക്കെയും അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് അഡോണിറം ജുഡ്സന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് എ പോൾ, ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് എ പീറ്റർ or any mere man. I want to be like Christ. I want to follow him only, copy his teachings, drink in his spirit, and place my feet in his footprints. Oh, how beautiful it would be to be more like Christ. വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പറഞ്ഞത്. മറ്റു പലരും ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും ഒക്കെയും കണ്ടപ്പോൾ അപ്പോസ്തലനായ പത്രോസിനെ പോലെയാണ്, അപ്പോസ്തലനായ പൗലോസിനെ പോലെയാണ് എന്നൊക്കെയും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം ഇപ്രകാരമാണ്: എനിക്ക് പൗലോസിനെ പോലെ ആകണ്ട, എനിക്ക് പത്രോസിനെ പോലെ ആകണ്ട, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ച അത്തരത്തിലെ ഒരു മനുഷ്യനെ പോലെയും എനിക്കാകണ്ട. എനിക്ക് ക്രിസ്തുവിനെ പോലെ ആയാൽ മതി, എനിക്ക് അവനെ അനുഗമിച്ചാൽ മതി, എനിക്ക് അവൻ പഠിപ്പിച്ചതായിട്ടുള്ള ആ പഠിപ്പീരെല്ലാം എനിക്ക് ഒന്ന് ചെയ്യാനായിട്ട് ഇടയായി തീരണം. അത് മാത്രമല്ല, അവനെ പോലെ അവന്റെ കാൽപാദങ്ങളിൽ നടന്ന് അവനെ പോലെ ഞാൻ ആയിത്തീർന്നു എന്ന് പറയുന്നതിലാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് അഡോണിൻ ജുഡ്സൺ പറയുന്നു. ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി, ക്രിസ്തുവിനെ ജീവനുള്ള കല്ലായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു ഇമേജറിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ചേർന്ന് നമ്മൾ വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിലും അത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത്, അവന്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള നിങ്ങളും ജീവനുള്ള കല്ലുകളായി. അപ്പോൾ ഈ ജീവനുള്ള കല്ലിന്റെ അടുക്കലേക്ക് വന്നു ചേരുമ്പോൾ വിശ്വാസികളായ എല്ലാവർക്കും ലഭിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പദവി അല്ലെങ്കിൽ വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വിശ്വാസികളും ജീവനുള്ള കല്ലുകളായി മാറുകയാണ്. ഭയങ്കര ഒരു സംഭവമല്ലേ? എന്താണ് ഇതിന്റെ ഒരു അർത്ഥം എന്ന് ചോദിച്ചാൽ, അതായത് ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതായിട്ടുള്ള സമയത്ത് ഐ ടു ബിഗിൻ ടു റിസംബിൾ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് തുടങ്ങിയാണ്,
ക്രിസ്ത്യൻ എന്ന് പറയുന്ന വാക്കിന് ചിലർ കൊടുത്തിരിക്കുന്ന അർത്ഥം ലിറ്റിൽ ക്രൈസ്റ്റ്, മിനിയേച്ചർ ക്രൈസ്റ്റ് എന്നാണ്. അതായത് ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുവാൻ തക്കോണം ഇടയായി തീരണം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം തന്നെ. എന്നാൽ എത്രമാത്രം നമുക്ക് അത്തരത്തിൽ ജീവിക്കാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ട്, അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്നാൽ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഐ ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്, എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകാനായിട്ട് പറ്റും. ജീവനുള്ള കല്ലായി ഞാൻ മാറുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 3 ചെറിയ ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദാറ്റ് ഐ ആൻഡ് യു വി ബോത്ത് ഹാവ് ഇറ്റേണൽ ലൈഫ്. ക്രിസ്തുവിന് ലഭിച്ചതായിട്ടുള്ള ആ ഒരു നിത്യ ജീവന്റെ അനുഭവം നിങ്ങളും എനിക്കും നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. When we look at all the religions, we see that Christianity is the only religion wherein we see that the life of the one we worship becomes our life. നമ്മൾ ആരാധിക്കുന്ന ആളിന്റെ ജീവിതം നമ്മുടെ ജീവിതം ആയി തീരുന്നത് മറ്റൊരു മതത്തിലും നമുക്ക് കാണുവാൻ തക്കോണം ഇടയായി തീരാത്ത ഒരു വസ്തുതയാകുന്നു. ക്രിസ്തുവിന്റെ ഈ ഒരു ഡിവൈൻ നേച്ചർ നമുക്കും ലഭിക്കുവാനും അതിൽ നമ്മളും പങ്കാളികളായി തീരുവാൻ തക്കോണം ഇടയായി തീരുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. We too get this eternal life. ക്രിസ്തുവിന്റെ ജീവിതം എന്നിലും ജീവൻ തക്കോണം ആ ഒരു പദവിയിലേക്ക് ഞാൻ ഉയർത്തപ്പെടുകയാണ് എപ്പോൾ ഞാൻ ഈ ജീവനുള്ള കല്ലിന്റെ അടുക്കലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത്. അപ്പോൾ we have eternal life. എന്നാൽ ഈ ഒരു അനുഗ്രഹം ഒരു നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ ലിവിങ് സ്റ്റോൺ ആയിട്ട് ഞാനും മാറപ്പെടുകയാണ് എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് അതോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, that we will have the same problems that Christ had to go through. ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചതായിട്ടുള്ള സമയത്ത് ക്രിസ്തു അഭിമുഖീകരിച്ചതായിട്ടുള്ള അതേ പ്രയാസങ്ങളും അതേ ബുദ്ധിമുട്ടും അതേ പീഡനവും നമ്മളും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് മറന്നു പോകാനായിട്ട് ഇടയായി തീരല്ല. നമുക്കെല്ലാം ആ ഇറ്റേണൽ ആസ്പെക്ട് നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. സന്തോഷമേറിയതായിട്ടുള്ള അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളേറിയതായിട്ടുള്ള അനുഭവങ്ങൾ, അത് നമുക്കൊക്കെയും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം ചേർന്ന് പോകുന്നത് ക്രിസ്തു ജീവനുള്ള കല്ലായി തീർന്നപ്പോൾ ആ ജീവനുള്ള കല്ലിന്റെ അനുഭവത്തിലേക്ക് ഞാനും വളർത്തപ്പെടുക അല്ലെങ്കിൽ ഉയർത്തപ്പെടുക അല്ലെങ്കിൽ ആ ഒരു പദവിയിലേക്ക് ഞാൻ എത്തണം എന്നുണ്ടെങ്കിൽ ക്രിസ്തു അഭിമുഖീകരിച്ചതായിട്ടുള്ള അതേ പ്രയാസങ്ങളും അതേ പീഡനങ്ങളും അതേ ബുദ്ധിമുട്ടുകളും നമ്മളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ I and you, we all will have the same problems, same type of troubles, and we'll have to go through the persecutions. അത് നമ്മൾ മറന്നു പോകാനായിട്ട് ഇടയായി തീരല്ല. അത് ലിവിങ് സ്റ്റോൺ ആയി തീരുന്നതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ ഒരു ജീവനുള്ള കല്ലായി തീരുമ്പോൾ കർത്താവിന് ലഭിച്ചതായിട്ടുള്ള ആ ഒരു നിത്യതയുടെ അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആ ഒരു ഡിവൈൻ നേച്ചറിന്റെ ആ ഒരു അനുഗ്രഹം എനിക്കും ലഭിക്കുവാൻ തക്കോണം ഇടയായി തീരുകയാണ്. എന്നാൽ അത് ലഭിക്കുമ്പോൾ ഞാൻ മറന്നു പോകാനായിട്ട് ഇടയായി തീരല്ല. That both all of us will also have to go through the same problems in our life. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ കാണുവാനായിട്ട് ഇടയായി തീരുന്നത്, ഇത്തരത്തിലെ ജീവനുള്ള ഒരു കല്ലായി ഞാൻ തീരുമ്പോൾ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് that Christ now lives in me. ക്രിസ്തു ഇനി എന്നിൽ ജീവിക്കുകയാണ്. ഞാൻ ഒരു മിനിയേച്ചർ ക്രൈസ്റ്റ് ആയി തീരണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ലിറ്റിൽ ക്രൈസ്റ്റ് ആയി തീരണമെന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ പദത്തിന്റെ യഥാർത്ഥ ഒരു വാഹകനായി ഞാൻ തീരണമെന്നുണ്ടെങ്കിൽ അവിടെ ക്രൈസ്റ്റ് ഹാസ് ടു ലിവ് ഇൻ മീ. ക്രിസ്തു എന്നിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്നതായിട്ടുള്ള ഒരു പദത്തിലേക്കോ ഈ ജീവനുള്ള കല്ലിന്റെ അനുഭവത്തിലേക്കോ എത്തിച്ചേരാനായിട്ട് സാധ്യമായി തീരുന്നു. അപ്പോസ്തലനായ പൗലോസിന് അത് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാചകം ഇപ്രകാരമാണല്ലോ, I am crucified with Christ, nevertheless I live, yet not I but ആരാണ്? Christ lives in me. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നു. He is living in you, he is living in me. ഒരു വ്യക്തി എന്ന നിലയിൽ എന്നിൽ ജീവിക്കുന്നു, ഒരു കുടുംബം എന്ന നിലയിൽ എന്റെ കുടുംബത്തിൽ ക്രിസ്തു ജീവിക്കുന്നു, ഒരു സഭ എന്ന നിലയിൽ സഭയിൽ ക്രിസ്തു ജീവിക്കുന്നു. എന്താണ് ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തു ഒരു വ്യക്തി എന്ന നിലയിൽ എന്നിൽ ജീവിക്കുമ്പോഴും, ക്രിസ്തു ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോഴും, ക്രിസ്തു ഞങ്ങളുടെ സഭയിൽ ജീവിക്കുമ്പോൾ അവിടെ ഈ വ്യക്തി എന്ന ഞാനും ഈ എന്റെ കുടുംബവും എന്റെ സഭയും ഒക്കെയും പ്രയാസങ്ങളിൽ കൂടെയും പ്രശ്നങ്ങളിൽ കൂടെയും ഒക്കെയും നേരിടുന്നതായിട്ടുള്ള സമയത്ത് ഈ ക്രിസ്തുവിന്റെ അതേ സ്ട്രെങ്ത് എനിക്ക് ലഭിക്കുവാത്ത കോണം ഇടയായി തീരും. സ്പിരിച്വൽ ആയിട്ട്
എല്ലാ തരത്തിലും എനിക്ക് മുൻപോട്ട് അതിജീവിക്കുവാൻ തക്കോണം എനിക്ക് കൃപ ലഭിക്കും എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു വലിയ ഇംപ്ലിക്കേഷനൂടെ ഉണ്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ. അത് ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ് ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നൗ ക്രൈസ്റ്റ് ലിവ്സ് ത്രൂ അസ്. എന്നിൽ കൂടെയാണ് ക്രിസ്തു ജീവിക്കുന്നത് ഈ ലോകത്തിൽ. എന്നിൽ കൂടെയാണ് ക്രിസ്തു ഇനി ഈ ലോകത്തെ സ്നേഹിക്കുന്നത്. എന്നിൽ കൂടെയാണ് ക്രിസ്തു ഇനി ഈ ലോകത്തോട് സംസാരിക്കുന്നത്. എന്നിൽ കൂടെയാണ് ഇനി ക്രിസ്തു ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. എന്തിന്? എന്നിൽ കൂടെയാണ് ക്രിസ്തു ഇനി ഈ ദൈവത്തെ ആരാധിക്കുന്നത്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, ഒരു വലിയ പദവി നമുക്ക് നൽകിയിരിക്കുകയാണ്. ജീവനുള്ള കല്ലായ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് കഴിയുമ്പോൾ, ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇതാ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ഈ ജീവനുള്ള കല്ലുകളായി മാറുകയാണ്. എന്നാൽ ഈ ജീവനുള്ള കല്ലുകളായി മാറുന്ന സമയത്ത് ഇനിയും ഈ ലോകം ക്രിസ്തുവിനെ നമ്മളിൽ കൂടെയാണ് കാണേണ്ടത്. ഇനി ഈ ലോകം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ കൂടെയാണ് അനുഭവിക്കേണ്ടത്. ഇനി ഈ ലോകം ക്രിസ്തുവിന്റെ വാക്കുകൾ നമ്മളിൽ കൂടെയാണ് കേൾക്കേണ്ടത്. ഇനി ഈ ലോകം ശുശ്രൂഷ ലഭിക്കുവാത്തക്കോണം ഇടയായിത്തീരുന്നത് നമ്മളിൽ കൂടെയാണ് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ഒരു വലിയ പ്രിവിലേജ്, ഒരു വലിയ ബ്ലെസ്സിങ് നമുക്ക് നൽകുമ്പോൾ അതോടൊപ്പം ചേർന്ന് വരുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയുമാണ് ഞാൻ ഒരു ലിവിങ് സ്റ്റോൺ ആയിട്ട് മാറുമ്പോൾ, ഞാൻ ഒരു ലിറ്റിൽ ക്രൈസ്റ്റായി മാറുമ്പോൾ, ഞാൻ ഒരു മിനിയേച്ചർ ക്രൈസ്റ്റായി മാറുമ്പോൾ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, ആ ഒരു വലിയ തലത്തിലേക്ക്, അനുഭവത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? He is the living stone, and all those who come to him, they become the living stone. But this living stone, when it has a great privilege and benefit and blessing, along with it comes also a responsibility. When I am becoming a living stone, it implies that I too will get the eternal life that Jesus was blessed with. But at the same time, I will have to go through the same problems that Jesus had gone through. And it also implies that Christ now lives in me. എന്നിൽ ജീവിക്കുകയാണ്. എന്നിൽ കൂടെ ഈ ലോകം ഈ ക്രിസ്തുവിനെ കാണും. ഫ്രെഡറിക് ബീക്കനർ എന്ന് പറയുന്ന എഴുത്തുകാരനും ദൈവശാസ്ത്രജ്ഞനും, റൈറ്റർ ആൻഡ് തിയോളജിയൻ, ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ബുക്സ് ആണ്. ദൈവത്തിന്റെ കൃപയെ ഒക്കെയും വളരെ ബ്യൂട്ടിഫുള്ളി വർണ്ണിക്കുന്നതായിട്ടുള്ള പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കഥയാണ് ദി ഹാപ്പി ഹിപ്പോക്രറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ, അവൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ ഫേസിൽ ഒരു ഭയങ്കര ഡിഫോർമിറ്റി ഉണ്ടായിരുന്നു. ആ ഡിഫോർമിറ്റി കാരണം ഒരാൾ പോലും അവന്റെ സുഹൃത്തുക്കളായി തീർന്നില്ല. കുടുംബത്തിലുള്ള ആർക്കും അവനെ ഇഷ്ടമല്ല. കാരണം കാണുമ്പോൾ തന്നെ ഒരു വിരൂപമായിട്ടുള്ള ഒരു മുഖമാണ്. അതുകൊണ്ട് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ജനിച്ചതായിട്ടുള്ള ഈ വീടും നാടും എല്ലാം വിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. യാത്ര പോകുന്നതായിട്ടുള്ള സമയത്ത് വഴിയിൽ വെച്ച് അദ്ദേഹം ഒരു മാസ്ക് കാണുകയാണ്. ഈ മാസ്ക് കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാസ്ക് ആണ്. അദ്ദേഹം ഈ മാസ്ക് എടുത്ത് മുഖത്തേക്ക് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ഹാൻസം ആയിട്ട് തോന്നുകയാണ്. ഈ മാസ്ക് അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഫിറ്റും ആകുന്നുണ്ട്. ആദ്യമൊക്കെയും ഈ മാസ്ക് ഇട്ടപ്പോൾ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു പേടിയും ഭയവും ഉണ്ടായിരുന്നു. അയ്യോ, ഇനി ആരെങ്കിലും കണ്ട് മനസ്സിലാക്കുമോ എന്നുള്ളൊരു പേടിയും ഭയവും ഒക്കെയും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം അതങ്ങ് ഇടാനായിട്ട് തുടങ്ങി. പുതിയൊരു പട്ടണത്തിലേക്ക് എത്തി. അവിടെ ഇദ്ദേഹത്തിന്റെ പഴയ മുഖമല്ല കാണുന്നത്, ഈ പുതിയ മുഖമാണ് കാണുന്നത്. എല്ലാവരും അവനെ സ്വീകരിച്ചു. അവൻ ഒത്തിരി കൂട്ടുകാരുണ്ടായി. അവനൊരു ഒരു 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 പെൺകൊച്ചുമായിട്ട് സ്നേഹത്തിലായി അവർ വിവാഹിതരായി തീർന്നു. ഭയങ്കര സന്തോഷമേറിയതായിട്ടുള്ള ഒരു ജീവിതാനുഭവം. എന്നാൽ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ പഴയ നാട്ടിൽ നിന്ന് ഒരാള് ഇതാ ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്നു. അല്പം വിക്കഡായിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. എന്നാൽ ഇവനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മാർക്കറ്റ് പ്ലേസിൽ എല്ലാവരുടെയും മുൻപിൽ ഈ പറയുന്നതായിട്ടുള്ള മുഖം മൂടി ഈ ലേഡി ഊരിക്കളഞ്ഞു. എന്നാൽ അങ്ങനെ ഊരിക്കളഞ്ഞതായിട്ടുള്ള സമയത്ത് ഈ പറയുന്നതായിട്ടുള്ള ഡിഫോംഡ് ആയിട്ടുള്ള ഒരു മുഖമല്ലായിരുന്നു ഇപ്പോൾ ഇവന്. ഇറ്റ് വാസ് എ ഹാൻസം ഫേസ്. അവന്റെ ഡിഫോംഡ് ആയിട്ടുള്ള ഫേസ് വാസ് കൺഫേംഡ് ടു ദ മാസ്ക് ആൻഡ് ഇറ്റ് ഹാസ് നൗ ടേൺഡ് ഇൻടു എ ഹാൻസം ഫേസ്. ഫ്രെഡറിക് ബീക്കനർ ഈ കഥയിൽ കൂടെ നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യമാണ്. Becoming like Christ is analogous to this. Go ahead and put on Christ. പോകുക, ക്രിസ്തുവിനെ നിങ്ങൾ ഒന്ന് ഇടുക.
നിങ്ങളെ ക്രിസ്തുവിനെ ഒന്ന് ധരിക്കുക. ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര അൺനാച്ചുറൽ ആയിരിക്കും ആദ്യത്തെ ആ അനുഭവങ്ങളിൽ. കാരണം ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ക്രിസ്തു ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. എന്നാൽ ഓരോ ദിവസവും ചെറിയ ചെറിയ രീതിയിൽ ഇത് ഞാൻ ഇടാനായിട്ട് തുടങ്ങുമ്പോൾ, ഇത് ഞാൻ ധരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, I too will become like that living stone which Peter is telling about. പത്രോസ് പറയുന്ന ആ കല്ലായി തീരുവാൻ തക്കോണം എനിക്ക് ഇടയായി തീരുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ക്രിസ്തുവിനെ ധരിക്കാനായിട്ട് നമുക്ക് ഇടയായി തീരുന്നുണ്ടോ? എനിക്ക് ആ ഒരു വലിയ അനുഗ്രഹവും പദവിയും ലഭിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നീയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള പദവികളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങൾക്കായിട്ട് നന്ദിയുടെ സ്തോത്രം. നീ ജീവനുള്ള കല്ലാണ് എന്ന് ഞങ്ങൾക്ക് ഇന്നലെ ധ്യാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ജീവനുള്ള കല്ലിൻ ആയ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വന്നു ചേരുമ്പോൾ ഞങ്ങളും ആ ജീവനുള്ള കല്ലായിട്ട് രൂപാന്തരപ്പെടും എന്ന് കേൾപ്പിച്ചതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. നിത്യതയുടെ ആ ഒരു അനുഭവം ഞങ്ങൾക്കും ലഭിക്കുമല്ലോ. എന്നാൽ നീ കടന്നുപോയ പ്രയാസമേറിയ അനുഭവങ്ങൾ കർത്താവെ ഞങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. നീ ഞങ്ങളിൽ വസിക്കുവാൻ തക്കോണം ഇടയായി തീരുകയാണല്ലോ. എന്നാൽ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾക്കറിയാം. ഈ ലോകത്തിൽ ചെറിയ ക്രിസ്തുക്കളായിട്ട്, മിനിയേച്ചർ ക്രൈസ്റ്റ് ആയിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കർത്താവ്. അത് ഞങ്ങൾക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ അസാധ്യമാണ്. എന്നാലും ഓരോ ദിവസം ആ ഒരു വളർച്ച ഞങ്ങൾക്കുണ്ടാകുവാൻ, അവസാനം ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ ഈ മനുഷ്യനെ പോലെയായിരുന്നു, ആ മനുഷ്യനെ പോലെയായിരുന്നു എന്നതിനേക്കാൾ കൂടുതൽ ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചോ അതേ രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയപ്പെടുവാൻ തക്കോണം നിന്നിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ജീവിതങ്ങളെ ആ രീതിയിൽ ക്രമപ്പെടുത്തുവാൻ നീ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ.